നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അല്ല, എന്താണ് നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? നീ തന്നയച്ച സാധനം ചേട്ടന്റെ ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. എടാ, അത് ആയുർവേദ ഉൽപ്പന്നമൊന്നുമല്ല. ആ വീഴ്ചയിൽ നിന്ന് അവളെ പറന്നുയരാൻ സഹായിച്ചത് കൂട്ടത്തിൽ തന്നെ ഒരാളാണെന്ന് പറയുന്നത് സങ്കടം തന്നെയാ കുറുപ്പ് സാറേ. മോഷണക്കുറ്റത്തിന് വനിതാ ജയിലിൽ റിമാൻഡ് കഴിയേണ്ട സമയത്ത് അവള് വീട്ടിൽ സമാധാനത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിലെ വീഴ്ചയാ. മനസ്സിലായില്ല. ജഗനാണ് വന്ദനയെ രക്ഷിച്ചത്. കൃത്രിമമായി ഉണ്ടാക്കിയതാണെങ്കിലും വ്യക്തമായ തെളിവോടെയാ ആ ഇൻസ്പെക്ടർ അവളെ അറസ്റ്റ് ചെയ്തത്. എന്നിട്ടെന്താ, തൻ്റെ ഉള്ളൊരുത്തിനെതിരെ വന്നപ്പോ ഇൻസ്പെക്ടറുടെ ശൗര്യമെല്ലാം ചോർന്നോ? പറ സാഗറേ. സാഗറേ, എന്റെ ഏറ്റവും വലിയ ശക്തി എന്റെ മകൻ ജഗൻ തന്നെയാ. ഈ കുറിപ്പ് ഏത് കോട്ട പിടിച്ചടക്കണമെന്ന് പറഞ്ഞാലും നിമിഷ നേരം കൊണ്ട് അവൻ അത് ചെയ്തിരിക്കും. പക്ഷേ വന്ദനയുടെ കാര്യത്തിൽ അവൻ അവളുടെ പക്ഷത്താ. ഇത് മാത്രമല്ല, ഞാൻ വന്ദനെ ഇല്ലാതാക്കാൻ നടത്തിയ എല്ലാ ശ്രമങ്ങളും പൊളിച്ചത് അവനൊരുത്തനാ. അങ്ങനെയാണ് കാര്യമെങ്കിൽ ജഗനെ നാട് കടത്തിയ ശേഷം വന്ദനയ്ക്കെതിരെ തിരിയുന്നതാണ് നല്ലത്. ജഗൻ കുറച്ചുനാള് വിദേശത്ത് എവിടെങ്കിലും പോയി നിൽക്കട്ടെ. ഏയ്, ഇല്ലില്ലില്ലില്ല. അങ്ങനെ പോയാ അതോടെ അവന്റെ രാഷ്ട്രീയ ഭാവി തുലയും. പഠിപ്പിക്കാൻ അയച്ച കോഴ്സുകളൊന്നും പാസ്സാകാതെ നടക്കുന്നവനെ മറ്റൊരു നാട്ടിലേക്ക് പറഞ്ഞയച്ചാൽ അത് അവനെ തൂക്കിലേറ്റുന്നതിന് തുല്യമായിരിക്കും. അവനെ ഒതുക്കാൻ മറ്റെന്തെങ്കിലും മാർഗം കണ്ടെത്തിയേ നിവൃത്തിയുള്ളൂ. അല്ല, ഈ വന്ദനയുമായി ജഗന് മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ല, ഇനി വല്ല പ്രേമോ മറ്റോ ഉണ്ടെങ്കിലോ? ഏയ്, ഒരിക്കലുമില്ല. അവന്റെ അനുജത്തി ഹരിതയെ ജീവന. ഹരിതയുടെ ഭർത്താവിന്റെ സഹോദരി ആയതുകൊണ്ടാണ് വന്ദനയോട് ഇത്രയധികം സ്നേഹം. അപ്പോ ഹരിതയും വന്ദനയും തമ്മിൽ തെറ്റിയാൽ തീരാവുന്ന കാര്യങ്ങളെ ഉള്ളൂ എന്നർത്ഥം. ഇനി പറ സാഗറേ. അതിന് വഴിയുണ്ട്. ഒരു ആഭ്യന്തര യുദ്ധം. ഹരിതയും വന്ദനയും തമ്മിൽ തെറ്റുന്നു. അതെ, അതിന് ഇപ്പോ സാഗർ വിലക്കെടുത്തിരിക്കുന്ന ആ വീട്ടിലെ പിശുക്കൻ പ്രകാശൻ വിചാരിച്ച മാത്രം മതി. ശ്യാമേ, മിഥുൻ ഇനിയും കാണുന്നില്ലല്ലോ. അവനിനി മുങ്ങിക്കാണോ? അങ്ങനെ മുങ്ങുന്നവനൊന്നും അല്ല മിഥുൻ. എന്റെ ആത്മാർത്ഥ കൂട്ടുകാരന് ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് റിസ്ക് എടുത്തും കാര്യവും സാധിച്ചുകൊണ്ടേ തിരിച്ചു വരൂ. പറഞ്ഞു നാവെടുത്തില്ല. ദേ വരുന്നു മിഥുൻ. നിനക്ക് 100 ആയുസാളിയ. അല്ല, എന്താണ് നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? നീ തന്നയച്ച സാധനം ചേട്ടന്റെ ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. എടാ, അത് ആയുർവേദ ഉൽപ്പന്നമൊന്നുമല്ല. മാരകമായ ലഹരി മരുന്നാ. ഞാനിപ്പോ അകത്ത് പോയനെ. ഏറ്റവും പുതിയതായി ഇറങ്ങിയ ലേറ്റസ്റ്റ് ഐറ്റമാ രാസലഹരി. വിപണിയിൽ സജീവമായിട്ടില്ല. അമേരിക്കൻ മേഡ. നല്ല തഴക്കവും പഴക്കമുള്ള ബിസിനസ്സുകാരുടെ ഈ സാധനം ഉണ്ടാവും.
കോടിക്കണക്കിന് വിലപിടിപ്പുള്ളതാ. ബീബി എന്ന ഇതിന്റെ ഇപ്പോഴത്തെ പേര്. ബ്ലാക്ക് ബെൽറ്റ്. ബ്ലാക്ക് ബെൽറ്റോ? അത് കരാട്ടയുമായി ബന്ധപ്പെട്ട ഒരു ഐറ്റം അല്ലേ? അതെ. ഈ സാധനം എല്ലോളം ഉള്ളിൽ ചെന്നാ മതി. കാരാട്ടെ പഠിക്കാത്തവനും പഠിച്ചവനേക്കാൾ സൂപ്പറായി പെർഫോം ചെയ്യും. ഭയങ്കര എനർജിയാണത്രേ. ശ്വാസകോശം, ഹൃദയം, കൊടല്, കരള്, കിഡ്നി എന്നീ അവയവങ്ങളിലേക്കാ ബീബിയുടെ എഫക്റ്റ് ബാധിക്കുന്നത്. ഇതിന് അഡിക്റ്റ് ആവുന്നവര് 6 മാസത്തിനുള്ളിൽ കുഴഞ്ഞു വീണിരിക്കും. ഒന്നുകിൽ അപ്പൊ തന്നെ മരിക്കും, ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ജീവചവമായിട്ട് കിടക്കും. സത്യം പറശ്യാമേ, നിനക്കിത് എവിടെ നിന്നാ കിട്ടിയേ? ദേവി, ഇത്രയും അപകടകാരിയായ സാധനാണോ എന്റെ അനിയത്തി കൊണ്ടു നടക്കുന്നത്? ഇത് പരിശോധനയ്ക്ക് കൊണ്ടുവന്നപ്പോഴേ ചേട്ടൻ കുറെ വഴക്കു പറഞ്ഞു. ഈ സാധനമായിട്ട് ആരെങ്കിലും പിടിക്കപ്പെട്ടാ ശിക്ഷ വലുതായിരിക്കും, ജാമ്യം പോലും കിട്ടില്ല എന്ന്. ഈ പൊതി എന്നെ ഏൽപ്പിച്ച സുഹൃത്തിനോട് ഇനി ഒരു ചങ്ങാത്തവും പാടില്ലെന്നാ ചേട്ടൻ കർശനമായിട്ട് മുന്നറിയിപ്പ് തന്നിരിക്കുന്നത്. നമ്മുടെ ബന്ധം മരണം വരെ നിലനിൽക്കൊള്ളിയ. ദേ, വന്ദനേച്ചിക്ക് സങ്കടമായി. വർഷയുടെ അവസ്ഥ ഓർക്കുമ്പോ എനിക്ക് നെഞ്ച് പെടയുന്നു. ഉടനെ അവളെ രക്ഷിക്കാനുള്ള മാർഗം നോക്കണം. ഇതെന്നെ ഏൽപ്പിച്ച പൊടി. ഇത് ലാബിലെ റിപ്പോർട്ട് സൂക്ഷിച്ചു വെക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.